ഭക്ഷണം കേവലം വിശപ്പടക്കാനുള്ള ഉപാധിയല്ലെന്നും മറിച്ച് അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണെന്നും വ്യക്തമാക്കുകയാണ് നൂറമ്മ ബിരിയാണി ദർബാർ എന്ന നാടകം. തൃശൂരിൽ നടക്കുന്ന രാജ്യാന്തര നാടകോത്സവത്തിലെ ഈ തമിഴ് നാടകം ലിംഗപദവി, സ്വത്വം എന്നിവ ആഴത്തിൽ ചർച്ച ചെയ്യുകയാണ്. രുചിയിൽ ഒളിപ്പിച്ച രാഷ്ട്രീയമാണ് നൂറമ്മ ബിരിയാണി പറയുന്നത്. ട്രാൻസ് വുമണും പാചക കലാകാരിയുമായ നൂറമ്മയുടെ ജീവിതത്തിലൂടെയാണ് കഥ വികസിക്കുന്നത്. വെറും പാചകക്കുറിപ്പുകളല്ല, മറിച്ച് തലമുറകളായി അനുഭവിച്ചറിഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അവളുടെ കൈപുണ്യം. കുടുംബവും പിന്നീട് പ്രണയിച്ച ആളും കൈവിട്ടിട്ടും നൂറമ്മയും സുഹൃത്തുക്കളും ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതാണ് നാടകത്തിന്റെ ഇതിവൃത്തം. അവരുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. അവരുടെ ജീവിതത്തിൽ നേരിടുന്ന സ്ട്രഗിളുകളും കാര്യങ്ങളൊക്കെ വളരെ ബിരിയാണിയുടെ പശ്ചാത്തലത്തിലാണ്. കാരണം ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു ബിരിയാണി കട നടത്തിയിട്ടാണ് അനുഭവിക്കേണ്ടിരുന്ന ദുരന്തങ്ങളും അത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിരുന്നു. It's very, very relevant, and which is why we're thankful that they brought such a story to this so that people can watch, and it's very important to tell such stories. So it's very relevant in this country that we're living in, the political times that we're living in. So yeah. ചെന്നൈയിൽ നിന്നുള്ള കട്ടിയക്കാരി തിയേറ്റർ ഗ്രൂപ്പാണ് അവതാരകർ. വേദിയിൽ ബിരിയാണി തയ്യാറാക്കിക്കൊണ്ടാണ് നാടകത്തിന്റെ സംഭാഷണവും കഥയും പുരോഗമിക്കുന്നത്. നാം എന്തു കഴിക്കണം എന്നതുപോലും എങ്ങനെ അധികാരത്തിന്റെ അടയാളമാകുന്നുവെന്നും ആരുടെ രുചിക്കൂട്ടുകളാണ് മാറ്റി നിർത്തപ്പെടുന്നത് എന്നുമുള്ള അസ്വസ്ഥതയുണ്ടാക്കുന്ന ചോദ്യങ്ങൾ നൂറമ്മ ബിരിയാണി ഉന്നയിക്കുന്നുണ്ട്. നാടകത്തിലുടനീളം തയ്യാറാക്കിയ ബിരിയാണി പിന്നീട് കാണികൾക്ക് തന്നെ വിതരണം ചെയ്തു. മീഡിയ 1, തൃശൂർ.